സേവിങ്സും റൂൾസും ഒക്കെ വലിയ വലിയ ശമ്പളക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണോ ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത്? ബേസിക് സാലറി ആയിട്ട് ഒരു 25K കിട്ടുന്ന ആളുടെ ലൈഫിലേക്ക് നമ്മുടെ 50-30-20 റൂൾ ഒന്ന് കൊണ്ടുവന്നാലോ? ഇതിലെ ഫസ്റ്റ് 50%, അതായത് നിങ്ങളുടെ സാലറിയുടെ പകുതി, ഇത് നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. 25K കിട്ടുന്ന ഒരാളുടെ കേസിൽ ഈ ഒരു എമൗണ്ട് 12,500 രൂപയാണ് വരിക. ഇതിൽ നിന്നും റെന്റിന് വേണ്ടി നമുക്കൊരു 5,000 മുതൽ 7,000 രൂപ വരെ മാറ്റിവെക്കാം. ദെൻ ഗ്രോസറി, ഫുഡ് എന്നിങ്ങനെയുള്ള എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമുക്ക് മന്ത്ലി ഒരു 3,000 മുതൽ 4,000 വരെ മാറ്റിവെക്കാം. ആൻഡ് നിങ്ങളുടെ ഡെയിലി ട്രാവൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മന്ത്ലി ഒരു 1,000 മുതൽ 2,000 വരെ മാറ്റിവെക്കാം. ആൻഡ് ഫൈനലി നെറ്റ് കണക്ഷൻ, മൊബൈൽ റീചാർജ് എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒരു 2,000 വരെ മാറ്റിവെക്കാം. ഇങ്ങനെ നിങ്ങളുടെ സാലറിയുടെ പകുതി എമൗണ്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ചെലവുകളൊക്കെ കവറപ്പ് ചെയ്യാം. ഇനിയുള്ള 30% അത് നമ്മുടെ വാൺസിന് വേണ്ടിയിട്ടുള്ളതാണ്, അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ. ഇതിനായിട്ട് നമ്മുടെ കയ്യിലുള്ളത് 7,500 രൂപയാണ്. ഇതിൽ നിന്നൊരു 2,000 നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹോട്ടൽ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ മാറ്റിവെക്കാം. ദെൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു 2,000 മുതൽ 3,000 വരെ. വീക്കെൻഡിലൊക്കെ ഒന്ന് പുറത്തു പോവാൻ നമുക്കൊരു 2,500 രൂപ കരുതാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളത് 5,000 രൂപയാണ്. ഇതാണ് നമ്മുടെ 20% ഫോർ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഇതിനെ തന്നെ നമുക്ക് 3ആയിട്ട് ഭാഗിക്കാം: എമർജൻസി ഫണ്ട്, ഗോൾ ബേസ്ഡ് സേവിങ്സ് ആൻഡ് റിട്ടയർമെന്റ് സേവിങ്സ്. ഇതിൽ 4,000 രൂപ എമർജൻസി ഫണ്ട്, ഗോൾ ബേസ്ഡ് ഫണ്ട് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്ത് ബാക്കി വരുന്ന 1,000 നിങ്ങൾക്ക് റിട്ടയർമെന്റ് സേവിങ്സിലേക്ക് കരുതി വെക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ വരുമാനത്തിന്റെ ചെറിയൊരു പെർസെന്റേജ് മാത്രമാണ് സേവിങ്സ് ആയിട്ടുള്ളത്. എന്നാൽ നാളെ ഈ ഒരു സേവിങ്സ് തന്നെ കോമ്പൗണ്ടിങ്ങിലൂടെയും മറ്റും നിങ്ങളുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യും. സോ ഏത് വരുമാനക്കാർക്കും പ്രോപ്പർ ബഡ്ജറ്റിങ്ങും ഫൈനാൻഷ്യൽ മാനേജ്മെന്റും ഉണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയും നിങ്ങൾ വൈകിക്കണോ?